മിഡിൽ ഈസ്റ്റിൽ ഉഷ്ണവായുവിലേക്ക് പടരുന്നത് സാധാരണ മേഘങ്ങളല്ല, മറിച്ച് വലിയൊരു യുദ്ധത്തിന്റെ കനലുകളാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് ആകാശത്തിന് നടുവിൽ വെച്ച് കനത്ത പ്രഹരമേറ്റിരിക്കുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ ആഗോള അധിനിവേശങ്ങളുടെ ലൈഫ് ലൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KC-135 സ്ട്രാറ്റോ ടാങ്കർ പേർഷ്യൻ ഗൾഫിന് മുകളിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. വെറുമൊരു വിമാനവാഹിനി അപകടമല്ല, അല്ലെങ്കിൽ വെറുമൊരു വിമാന അപകടമല്ല. അത് സാങ്കേതിക വിദ്യയുടെ പരാജയവുമല്ല, മറിച്ച് തങ്ങളുടെ മണ്ണിലും വിണ്ണിലും ആധിപത്യം ഉറപ്പിക്കാൻ വരുന്ന ഏത് വമ്പനെയും മുട്ടുകുത്തിക്കുമെന്നുള്ള ഇറാന്റെ കരുത്താർന്ന താക്കീതാണ്. ഖത്തറിന് മുകളിൽ വെച്ച് 7700 എന്ന എമർജൻസി കോഡ് പുറപ്പെടുപ്പിച്ച ആ ആകാശ ഭീമൻ എങ്ങോട്ടാണ് മറിഞ്ഞത്? അമേരിക്കയുടെ അധിനിവേശ മോഹങ്ങൾക്ക് മുകളിൽ ഇറാൻ വിരിച്ച റഡാർ വലയത്തിന്റെ വിജയം ഇവിടെ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഒരു KC-135 വിമാനം തകരുന്നത്, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്നത്, അമേരിക്കയെ ഇത്രത്തോളം ഭയപ്പെടുത്തുന്നത്? എന്തായാലും ഉത്തരം വളരെ ലളിതമാണ്. ഇതില്ലാതെ അമേരിക്കയുടെ ലോകം കീഴടക്കാൻ കഴിയില്ല.